ഓക്കെ, നീ നിന്റെ മക്കളെ, നിന്റെ കെട്ടിയോള് തൂറിയിട്ട മക്കളെ നീ നോക്കണം. നായിന്റെ മോനെ ഒരു ചെക്ക്, എടാ നായിന്റെ മോനെ, എന്നെ സഹായിച്ച ഒരു ചെക്കന്റെ കൂടെ ഞാന് വയനാട് പോയി ട്രിപ്പ് പോയി അതാക്കി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം അങ്ങനെ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് നോക്കണം. നായിന്റെ മോനെ, നിനക്ക് എന്താണ് നഷ്ടമായേ? നിനക്ക് എന്താ? നമസ്കാരം സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ വീണ്ടും വെടിക്കെട്ട് തുടങ്ങിയിരിക്കുകയാണ്. കുറച്ചു കാലമായിട്ട് അടങ്ങി ഷാജി ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. ഇത്തവണ വെറും തിരിച്ചുവരവൊന്നുമല്ല കേട്ടോ. ഷെരീഫ് MKD ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് പച്ചയായിട്ടുള്ള ഭാഷയിൽ തന്നെ അവർ മറുപടി നൽകിക്കൊണ്ടാണ് നമ്മുടെ ഷാജിദ രംഗത്തെത്തിയിരിക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് മരിപ്പൊക്കെ കഴിഞ്ഞ് ഇതാക്കിയതിന് ശേഷം ഞാന് കാസർഗോഡത്തെ ഒരു ചെക്കൻ, എടാ നായിന്റെ മോനെ, എന്നെ സഹായിച്ച ഒരു ചെക്കന്റെ കൂടെ ഞാന് വയനാട് പോയി ട്രിപ്പ് പോയി അതാക്കി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം അങ്ങനെ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് നോക്കണം. നായിന്റെ മോനെ, നിനക്ക് എന്താണ് നഷ്ടമായേ? നിനക്ക് എന്താണ് നഷ്ടം? ഞാൻ അയച്ചു കൊടുത്താലും തുണി അയച്ചിട്ടാലും വേറുള്ളതായാലും നിന്റെ കെട്ടികളല്ലല്ലോ ഞാൻ. നിന്റെ കെട്ടികളാണോ ഞാൻ? ആണോ? നിന്റെ കെട്ടിയോളെ പറഞ്ഞാൽ മതി. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയും. എന്റെ മക്കളുണ്ട്. ഞാൻ എനിക്ക് പറ്റും പോലെ എന്റെ മക്കളെ നോക്കി വളർത്തും. അവര് പിന്നെ ബാക്കിയുള്ളവർ തന്നെ പറയുന്നത് ആൺകുട്ടികളാണ് പറഞ്ഞിട്ട് ഞാൻ ഒരു അഹങ്കാരം കാണിക്കുന്നില്ല. ആൺകുട്ടികളിലൊക്കെ നമുക്ക് അവരിനെ വളർത്തേണ്ട ഒരു കടമ എനിക്കുണ്ട്. ആ കടമ ഞാൻ തീർക്കുന്നവരെ ആ മക്കളെ ഞാൻ നോക്കും, വളർത്തും. പിന്നീട് അവര് ഉമ്മാനെ നോക്കേണ്ട കടമ അവർക്കാണ്. അവർ വേണമെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. അത് പറഞ്ഞിട്ട് ഇവിടെ എത്ര വൃദ്ധസദനങ്ങളുണ്ട്, പോയി ജീവിക്കും. ആ ഒറ്റയ്ക്ക് ജീവിക്കണ ആ ഉമ്മാന്റെ അതേ മോളന്നെ ഇത്. അതുകൊണ്ട് കുറച്ച് തന്റെ ഇടം കുറച്ച് കൂടുതലാണ്. ഓക്കെ, തന്റെ ഇടത്തോടു കൂടി ജീവിക്കുന്ന ഷെരീഫ മാള് എന്ന് പറയുന്ന ആ ഉമ്മാന്റെ ബ്ലഡാണ് ഇവിടെ ഓടുന്നത്. ആ എന്റെ ഉപ്പാന്റെ ബ്ലഡ് അവിടെ ഓടുന്നത് പറഞ്ഞ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. അപ്പൊ നിന്റെ ഈ മെരട്ടില് നിന്റെ ഞാൻ തുണി അയച്ചിട്ടുള്ള ഫോട്ടോ, നിന്റെ തുണി അയച്ചിട്ടുള്ള വീഡിയോ, നീ എന്ത് പുല്ല് കൊടുന്നാലും, നീ എന്ത് ഇതാക്കിയാലും ദേശാക്കിയാലും നോ പ്രോബ്ലം മോനെ. ഓക്കെ ഷെരീഫെ, നീ അത് കാണിച്ചിട്ട് എന്നെ വരയ്ക്കണ്ട. നീ അത് കാണിച്ചിട്ട് എന്നെ സംഭവം തുടങ്ങുന്നത് ഫാത്തിയ എന്ന ഒരു വ്യക്തിക്കെതിരെ ഷെരീഫ് നടത്തിയ ഒരു വീഡിയോ. അതിൽ നിന്നാണ് കേട്ടോ. ആ വീഡിയോക്ക് താഴെ ഷാജിദ ഒരു കമന്റ് ഇടുകയും അത് ഷെരീഫിനെ ചൊടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് ഷാജിദയുടെ ചില സ്വകാര്യ വീഡിയോകൾ തന്റെ കൈവശമുണ്ട് അതെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് പുറത്തുവിടുമെന്ന് ഷെരീഫ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരുന്നു. ഈ ഒരു ഭീഷണിക്കൊന്നും താൻ വഴങ്ങില്ല എന്നുള്ള നിലപാടിലാണ് ഷാജിദയുടെ ഈ ഒരു ലൈവ് വീഡിയോ എന്ന് പറയുന്നത്. ഷാജിദയുടെ മറുപടി വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയായിരുന്നു കേട്ടോ. തന്റെ സ്വകാര്യ ജീവിതം തന്റെ മാത്രം ചോയ്സ് ആണ് എന്നും ആർക്ക് ഫോട്ടോ അയച്ചു കൊടുത്താലും അത് ആരുടെ കൂടെ യാത്ര ചെയ്താലും ശരി, അത് ചോദിക്കാൻ ഷെരീഫ് ആരാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. തുണിയഴിച്ച ഫോട്ടോ പുറത്തു വിട്ടാലും എനിക്ക് ഒന്നുമില്ല എന്ന തരത്തിലുള്ള കടുത്ത പ്രതികരണം തന്നെയാണ് അവരും നടത്തിയത്. നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. നമ്മളെ വീണ്ടും വീണ്ടും ചൊറിഞ്ഞു വരികയാണ്. പെണ്ണാണ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒതുക്കിയതാണ്. നീ ആരുടെ എന്നെ ഒതുക്കാന്? നീ ആരെന്നെ ഒതുക്കാൻ? നീ എന്നെ കെട്ടിയ മാപ്പിളെ, അല്ലെങ്കിൽ നീ എന്റെ വാപ്പേ, നീ എന്റെ ആങ്ങളെ, അല്ലെങ്കിൽ നീ എന്റെ കാമുകനോ ആണോ എന്നെ ഒതുക്കാൻ? നിന്നെ ഞാൻ ഒതുക്കിയതാണ്. നീ വീണ്ടും ഇല്ലടാ, നീ പറയുന്ന അഭിഹിതൊക്കെ കേട്ടിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് അതെ ഷെരീഫേ അങ്ങനെയാണേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാടാ. ഇരിക്ക. പിന്നെ എനിക്ക് വളരണത് ആൺകുട്ടികളാ. നീ എന്ത് അവിഹിതം ഉണ്ടാക്കിയാലും ഒരു ചുക്കില്ല ഷെരീഫേ. പക്ഷെ നിനക്ക് അങ്ങടെ അവിഹിതം കിട്ടിയാണ്ടല്ലോ വളരണത് പെൺകുട്ടികളാ. അത് കാലത്തിന് അവിടെ കെട്ട. ഷാജിനി വേറുള്ളവരുടെ മാത്രല്ലേ കുഴിയിലല്ലേ നിനക്ക് തോണ്ടാൻ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും തോണ്ടി നിനക്ക് നീ വിവരം അറിയും. അത് വേറെ കാര്യം. എടാ സൗണ്ട് സൗണ്ട് കൂട്ടി. അപ്പൊ അവരുടെയൊക്കെ തോണ്ടിയാ നീ ആണുങ്ങളുടെ കയ്യിന്റെ ചൂടറിയും. ഞാൻ അന്ന് ലൈവില് അവിടെ വന്ന് നിന്റെ കരണം ഞാൻ പുകയ്ക്കണം വിചാരിച്ച. കാരണം എന്താണെന്നറിയോ? നിന്റെ കരണം എനിക്ക് പുകയ്ക്കാൻ. പിന്നെ ഞാൻ ഇതിന് മുന്നേ എന്റെ നാട്ടിലേക്ക് മരിച്ച ടൈമിൽ ഒരുത്തി വീഡിയോ ഇട്ടിട്ടായിരുന്നു. ഷാജിന്റെ ഭർത്താവ് മരിക്കാൻ ഇതാ കാരണം, അല്ലെങ്കിൽ ഷാജി തൂങ്ങി മരിക്കാൻ ഇതൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ കാരണം ഞാൻ പുകച്ചത്. കെട്ടിയോ മരിച്ചതിന്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ. അയ്യോ ആ പാവത്തിന് കൊന്നു, അവളും അങ്ങനെ കൊല വിളിച്ചു. ആണോ? 15 കൊല്ലം ഇതിനെക്കാട്ടി കഷ്ടത്തിൽ കഴിഞ്ഞപ്പോ എനിക്ക് അയാളെ കൊല്ലേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ അല്ലേ ഈ സമയത്ത് ഞാൻ അയാളെ എടാ, എന്റെ ഇക്ക മരിച്ചത് ഇക്കാന്റെ പൊട്ട ബുദ്ധിക്ക് ചെയ്ത ആ ഒരു സംഭവമാണ്. പിന്നെ കബീർക്ക് മരിച്ചതിന് ശേഷം ഉള്ള ലൈഫ് എന്റെ മാത്രം ചോയ്സാണ്. എനിക്ക് എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ഈ സമൂഹത്തിൽ നടക്കണം. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മുക്കിലിരുന്ന് കരയണ കാലം പണ്ട്. അതിനോടൊപ്പം തന്നെ തന്റെ ഉമ്മയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ വീണ്ടും ചില ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ സ്വന്തം മക്കളുടെ ഭാവി പോലും ഓർക്കാതെയാണോ ഇത്തരം തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഒരു വശത്ത് ഷെരീഫ് തെളിവുകൾ പുറത്തുവിടുമെന്ന് പറയുന്നുണ്ട്, മറുവശത്ത് ഷാജിദ അത് ആഘോഷവുമാക്കുന്നുണ്ട്.
ഇത് ശരിക്കും റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകം തന്നെയായിരിക്കും അല്ലേ? ഇനി അതല്ല വ്യക്തിപരമായിട്ടുള്ള പകപോക്കലാണോ എന്നുള്ള കാര്യവും കണ്ടു തന്നെ അറിയണം. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വന്നത് എന്താന്ന് വെച്ചാൽ ഉമ്മാന്റെ കാര്യം. അപ്പൊ ആ ഉമ്മ എന്റെ ഇക്ക മരിക്കണ വരയ്ക്ക് എന്റെ ഉമ്മാന്റെ അടുത്ത് മുണ്ടിയിട്ടില്ല, എന്റെ ഉമ്മ എന്റെ ഇക്കാനോട് മുണ്ടിയിട്ടില്ല, എന്റെ വീട്ടിലേക്കേ വരലില്ല. എപ്പോഴെങ്കിലും വരുന്ന ഒരാളാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. കാരണം എന്റെ ഉമ്മാന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് അറിഞ്ഞ ഒരേ ഒരു മനുഷ്യൻ എന്റെ ഇക്കയാണ്. എന്നോട് എല്ലാവരും ഉമ്മാമാരാണ് പറഞ്ഞു കൊടുക്കുക എന്ത് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം. അങ്ങനെ എന്റെ ഇക്കയാണ് എനിക്ക് പറഞ്ഞു തന്നത്. നിന്റെ ഉമ്മ കോള് വിളിച്ച് എന്താ പറയാ എന്തെങ്കിലും പ്രശ്നം അത് പറഞ്ഞ ഉമ്മ എന്താ പറയാ പെട്ടെന്ന് പറയാ. എല്ലാ ഉമ്മമാരും അങ്ങനെ ആയിരിക്കും. പക്ഷെ ചില ഉമ്മമാരെന്താ പറയാ അതൊന്നും സാരില്ല, ഭർത്താവ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. എന്റെ ഉമ്മ പറയും എന്താണ് ഉമ്മക്ക് അതിന്റെ വില അറിയാത്തതുകൊണ്ട്. കാരണം എന്താണ് ഭർത്താവിന്റെ കൂടെ ജീവിക്കാത്തതുകൊണ്ട് തന്നെ ഉമ്മക്ക് അതിന്റെ വില അറിയില്ല. ഉമ്മാന്റെ ഹസ്ബൻഡ് അങ്ങനെ ആയതുകൊണ്ട്, എന്റെ അത്ത അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഉമ്മക്ക് എല്ലാ ആണുങ്ങളോടും വെറുപ്പായിരുന്നു. എല്ലാ ആണുങ്ങളോടും, സ്വന്തം ആങ്ങളാരോട് മാത്രമുള്ള ആ വെറുപ്പില്ലാത്തത്. അതും 1-2 എണ്ണത്തിനടുത്ത് മാത്രം. വിരലിലുണ്ട് 8-9 ഉണ്ട്, പക്ഷെ 2 എണ്ണത്തിനടുത്ത് മാത്രമാണ് ആ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് എന്റെ ഉമ്മ ആ ഒരു അതിന് മുന്നേ എന്റെ ഇക്ക മരിക്കണ വരയ്ക്കും എന്റെ ലാസ്റ്റ് മരിക്കണന്റെ ആ സമയത്ത് മറ്റാണ് എന്റെ ഇക്ക വിളിച്ചിരിക്കാൻ. കാരണം ഉമ്മാന്റെ കയ്യിൽ ഇപ്പൊ അത്രയ്ക്ക് നന്നായതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഉമ്മമാരല്ല. പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കൊടുക്കണ ഉമ്മമാരനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്റെ വീട്ടിലുള്ള ആൾ അങ്ങനെയായിരുന്നു. ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാലും എന്തൊക്കെ മേടിച്ചു കൊടുത്താലും എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും 3 പെൺകുട്ടികളിൽ 1 പെൺകുട്ടിക്ക് മാത്രം പരിഗണന കൊടുക്കണ, 2 പേരക്കുട്ടികൾക്ക് മാത്രം, 8-9 പേരക്കുട്ടികൾ ഉണ്ടെങ്കിലും 2 പേരക്കുട്ടികൾക്ക് മാത്രം പരിഗണന കൊടുക്കണ ഏത് വീട്ടിൽ എങ്ങനത്തെ ഉമ്മമാരാന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിൽ പിന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കണം. എല്ലാ ഉമ്മമാരും ഒരിക്കലും ഒന്നല്ല. ഒരുപാട് ഉമ്മമാരെ എന്നെ സ്നേഹിക്കണം ഉമ്മമാര്, ഈ വീഡിയോ കാണുന്ന ഉമ്മമാര് ഒരുപാട് എണ്ണുണ്ട്. എനിക്ക് ഇപ്പോഴും വിളിച്ചോണ്ട് ഷാജി മോൾക്ക് കുട്ടികൾക്ക് സുഖമല്ലേ, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്നും ദുആ ചെയ്യും, നിന്റെ ഉമ്മ ചെയ്തത് ശരിയല്ല. അന്നെ എന്റെ ഉമ്മ കഷ്ടപ്പെട്ടവന്നല്ല കഷ്ടപ്പാട്. ഞാനിപ്പൊ പെടുന്നില്ലേ എന്തൊക്കെ കേട്ടിട്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പ് മക്കളെ നോക്കിയിട്ട് ജീവിച്ചിരിക്കുന്ന ഞാനാണ് ഇപ്പോഴത്തെ കഷ്ടപ്പാട്. കാരണം വാപ്പയില്ല, ഉമ്മയില്ല, ആങ്ങളാരില്ല, കെട്ടിന്റെ ആൾക്കാരില്ല, ഉമ്മാന്റെ ആൾക്കാരില്ല, സ്വത്ത്. എനിക്കിപ്പോ എന്റെ തറവാട്ടിൽ തന്നെ ഉണ്ട് 10-20 സെന്റ് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. എന്റെ വാപ്പാപ്പന്റെ മുതൽ വെറുതെ കിടക്കുന്നുണ്ട്. എനിക്കതൊന്നൊരു 5 സെന്റ് സ്ഥലം തന്നാൽ തന്നെ എനിക്ക് അവിടെ വീട് വെച്ചുള്ളവൻ. പക്ഷേ തരില്ല. എടാ ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങള്, യൂട്യൂബിലില്ലാത്ത പെണ്ണുങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കണം അവർ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന എന്തൊക്കെയാണെന്ന്. ഭർത്താക്കന്മാരില്ലാത്തവരുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നീ അവരുടെ അടുത്ത് പോയി. ഇവിടെ ഇവർ തമ്മിലുള്ള ആ ഒരു പോര് മുറകുമ്പോഴുണ്ടല്ലോ, ഇതിനെ വെറും ഒരു ഗോസിപ്പായിട്ട് കാണാതെ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് ഈ വിഷയത്തിൽ ചില പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പോസിറ്റീവായിട്ട് പറയണമെങ്കിൽ ആദ്യം ഷാജിദ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. സാധാരണയായിട്ട് നിന്റെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്ന് ഒരാള് ഭീഷണിപ്പെടുത്തിയാൽ ഏതൊരു സ്ത്രീയും അവിടെ തളർന്നു പോകും. എന്നാൽ ഇവിടെ ഷാജിദ പറയുന്നത് എന്റെ ജീവിതം എന്റെ ചോയ്സ് ആണ്, നീ എന്ത് പുറത്തുവിട്ടാലും എനിക്ക് ഒരു ഭയമില്ല എന്നുള്ളതാണ്. ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങി കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ്. ഒരു പരിധി വരെ ഇതിനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. സ്വന്തം തെറ്റുകളെ മറ്റൊരാൾ ഭീഷണിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ തന്റെ ഇടത്തോടെ തന്നെ നേരിടുക എന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ നെഗറ്റീവ് വശം നോക്കുകയാണെങ്കിൽ കുടുംബത്തെയും ഉമ്മയും അവരെയൊക്കെ ഇതിലോട്ട് വലിച്ചിരിക്കുന്നത്, ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് അത് വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. അതായത് സ്വന്തം ഉമ്മയെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത് തന്നെയാണ്. കുടുംബത്തിനുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് പരസ്യമായിട്ട് വിളിച്ചു പറയുന്നതും സ്വന്തം ഉമ്മയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതും അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇടയ്ക്ക് ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നത് കേവലം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയാണോ എന്നൊരു സംശയവുമുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഷാജിദയുടെ മക്കളെ കുറിച്ചാണ്. എനിക്ക് വളരുന്നത് ആൺകുട്ടികളാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല എന്നുള്ളൊരു വാചകം അത് എന്നെ കുറച്ചൊന്നുമല്ല കേട്ടോ അത്ഭുതപ്പെടുത്തിയത്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായും അമ്മയുടെ ഇത്തരം പ്രവൃത്തികൾ അവരെ ബാധിക്കില്ലേ? അത് ഉറപ്പായ കാര്യമല്ലേ? നമ്മൾ പറയുന്ന പ്രവൃത്തികൾ നാളെ നമ്മുടെ മക്കൾക്ക് മാതൃകയാകേണ്ടതാണ്. പക്ഷെ ഇവിടെ മക്കളുടെ പേരിൽ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പിന്നെ ഈ ഒരു വിവാദത്തിലെ ഒരു പോസിറ്റീവായി കാണുന്ന മറ്റൊരു വശം കൂടിയുണ്ട് കേട്ടോ. സത്യങ്ങൾ മൂടി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടുപേരും പരസ്പരം പഴിചാരുമ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലിരിപ്പും യഥാർത്ഥ സ്വഭാവവും ജനങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ നെഗറ്റീവ് വശങ്ങളോ? ഈ ഒരു പച്ചയായ തെറിവിളികൾ കാണുന്ന കൊച്ചു കുട്ടികളടക്കമുള്ള പുതിയ തലമുറയ്ക്ക് ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നതാണ്. റീച്ചിന് വേണ്ടി എന്തും വിളിച്ചു പറയാമെന്നൊരു സംസ്കാരം ഇവിടെ വളർന്നു വരുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ എന്റെ അവസാന വാക്കിതാണ്: ഷാജിദ ഷാജി എന്ന വ്യക്തി തന്റെ സ്വകാര്യതയെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അത് കേട്ടിരിക്കാം. പക്ഷെ തന്റെ ഇടം തെളിയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഉമ്മയെ പച്ചത്തെറി വിളിക്കുന്നതും ബ്ലാക്ക് മെയിലിങ്ങിനെ നേരിടാൻ ഞാൻ എന്ത് അവിഹിതവും കാണിക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതും ഒരു തരത്തിലും അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഈ സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരെ ചവിട്ടി മെതിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. പ്രത്യേകിച്ച് 5 ആൺകുട്ടികളുടെ അമ്മ എന്ന നിലയിൽ അവർ വളർന്നു വരുമ്പോൾ കണ്ടുപഠിക്കേണ്ടത് ഈ ഒരു വാശിയാണോ അതോ അന്തസ്സുള്ള പെരുമാറ്റമാണോ എന്ന് ഷാജിദ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഇവിടെ ഷെരീഫ് എന്ന വ്യക്തി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സത്യമാണെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ നേരിടാം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന അസഭ്യം വിളിച്ചു പറഞ്ഞാൽ അത് നാണക്കേട് ഷാജിദയ്ക്ക് മാത്രമാണ്. എന്നാൽ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കളിയിൽ തോറ്റുപോകുന്നത് നമ്മുടെ മൂല്യങ്ങൾ തന്നെയാണ്. ഈ വിഷയത്തിലെ എന്റെ നിലപാട് ഇതൊക്കെ തന്നെയാണ്. ഇനി നിങ്ങൾ പ്രേക്ഷകർ ഇതിനെ എങ്ങനെ കാണുന്നു? ഷാജിദയുടെ ഈ ഒരു പോക്ക് ശരിയാണോ അതോ അതിര് കിടക്കുന്നുണ്ടോ? നിങ്ങളുടെ ഓരോ അഭിപ്രായവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.